ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാളശാകാദി കഷായത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ മരുന്ന് കേൾക്കുമ്പോൾ തന്നെ ഉടനെ എല്ലാവരുടെയും മനസ്സിൽ ഇത് ഡെഫിനറ്റ്ലി കാളയുടെ എന്തോ ഒരു സാധനം ഉൾപ്പെടുന്ന ഒരു കഷായമായിരിക്കും. ഡോക്ടേഴ്സ് അല്ല കേട്ടോ, സാധാരണ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അതങ്ങനെയല്ല. കാളശാകം എന്ന് പറഞ്ഞാൽ കരിവേപ്പിലയാണ്. കരിവേപ്പിലയുടെ ഞെട്ടിയാണ് ആക്ച്വലി ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ കഷായം പല ശാസ്ത്രത്തിലും വിഷൂചിക എന്നുള്ള ഒരു അസുഖത്തിൻ്റെ അടിയിലാണ് പറയുന്നത്. ഏതൊരു മരുന്നും ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ അടിയിലായിരിക്കും. വാസാരിഷ്ടം അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പല മരുന്നുകളും, പല്ലാരിഷ്ടം, അങ്ങനെ കുറച്ച് മരുന്നുകൾ റെസ്പിറേറ്ററി ഇഷ്യൂസിൻ്റെ അടിയിലാണ് പറയുന്നത്. അതേമാതിരി ഈ മരുന്ന് വിഷൂചിക എന്നുള്ള അസുഖത്തിൻ്റെ അടിയിലാണ്. വിഷൂചിക എന്ന് വെച്ചാൽ എന്താണ്? സൂചി പോലെ വയറിൽ വേദനയുള്ള ഒരു അസുഖമാണ്. അതിൻ്റെ അടിയിലാണ് ഈ ഒരു മരുന്നിനെ കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ കാളശാകാദി കഷായം അതിൻ്റെ എന്തൊക്കെയാണ്? കരുവേപ്പില ഉണ്ടാവും, ചുക്ക്, ഹരിതകി. ഓക്കെ, 3 മരുന്നുകളേ ഉള്ളൂ. പക്ഷെ പല ആചാര്യന്മാർ പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് 3 മരുന്നുകളേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. ഓക്കെ, എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുക? മെയിനായിട്ട് ഇതിൽ 2 ആക്ടിവിറ്റിയാണ്, 2 പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പുറത്തുനിന്ന് ഒരു ബാക്ടീരിയ എന്തെങ്കിലും വരാതിരിക്കാനുള്ള ഒരു ഗേറ്റ് മാതിരി ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതാണ്. സൈറ്റോടോക്സിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെ ഡാമേജ് ചെയ്യാതിരിക്കാനുള്ള ഒരു ആക്ടിവിറ്റി. ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി, സൈറ്റോടോക്സിക് ആക്ടിവിറ്റി, ഇത് 2 പ്രോപ്പർട്ടിയാണ് ഈ മരുന്നിനുള്ളത്. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതേപോലെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ 2 അസുഖങ്ങളെ മാറ്റാനാണ്. ഇനി വേറെ രീതിയിൽ പറയാം, ദാഹത്തിന് നല്ലതാണ്, വയറുവേദനയ്ക്ക് നല്ലതാണ്, ഡൈജഷൻ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്, വെർട്ടിഗോന് നല്ലതാണ്, തലചുറ്റലിന് നല്ലതാണ്, ചുമ, കോൾഡ്, തുമ്മൽ ഇതിനൊക്കെ നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ്, പനിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലൈൻ ഓഫ് അസുഖങ്ങളെ പറ്റിയിട്ട് ബേസ്ഡ് ഓൺ റെസ്പിറേറ്ററി ആൻഡ് ഡൈജഷൻ, ഇത് 2നെയും ബേസ് ചെയ്തിട്ടുള്ള അസുഖങ്ങളെ മാറ്റാനാണ് കാളശാകം. ഇനി ഡോസ് എത്രയാണ്? ഡിപ്പെൻസ്, ആളുടെ പ്രായവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഏകദേശം ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഫോളോ ചെയ്യാനല്ല. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചില മരുന്നുകൾ ആഡ് ചെയ്തിട്ട് കൊടുക്കും, അവർക്ക് പെട്ടെന്ന് അസുഖം മാറാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന മരുന്നിൻ്റെ മേലെ കഴിക്കണം എന്ന് പറയും അല്ലേ? ആ മേലെ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കഴിച്ച് ഉടനെ കഴിക്കുക. അലോപ്പതിയിലില്ലേ, ഒരു ഗുളിക കഴിക്കുമ്പോൾ ഉടനെ വെള്ളം കുടിക്കണം എന്ന് പറയില്ല, അതേമാതിരി കുട്ടികൾക്കാണെങ്കിൽ ഇത് നമ്മുടെ മാണിഭദ്ര ലേഹ്യം, ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ ഒരു പറ്റാത്തൊരു പ്രശ്നം പല ആൾക്കാരും പറയുന്നുണ്ട്. മാണിഭദ്ര ലേഹ്യം ഒരു 1/2 ടീസ്പൂൺ അതിൻ്റെ മേലെ ഈ ചൂടുവെള്ളം കുടിക്കുന്നതിന് ശേഷം അതിൻ്റെ മേലെ ഈ കഷായം കാളശാകാദി കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതേമാതിരി വലിയവർക്കാണെങ്കിൽ അവിപ്പത്തി ചൂർണം മതി, ലേഹ്യമാണെന്നില്ല. അവിപ്പത്തി ചൂർണത്തിന് മേലെ കാളശാകാദി രാവിലെ അങ്ങനെ കൊടുക്കുക. വൈകുന്നേരം ആ കഷായം മാറ്റുക, വൈകുന്നേരം കൈതരിയാതെ വേറെ എന്തെങ്കിലും കഷായം കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചില മരുന്നുകൾ അത് ഒരു നേരം മതിയാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ശോധന റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മരുന്നും എന്ന് വെച്ചാൽ വയറിനെ ക്ലീൻ ചെയ്യാനുള്ള ഏത് കഷായമാണെങ്കിലും അത് ഒരു നേരം മതി. അതുകൊണ്ടാണ് ചിലവർ ഒരു കഷായം ആ കഷായം രാവിലെ ഉണ്ടാവുള്ളൂ, വൈകുന്നേരം അത് മാറ്റും അല്ലേ? അതുകൊണ്ടാണ് ചിലവർ പ്രിസ്ക്രിപ്ഷൻ നോക്കുമ്പോഴേക്കും ദേഷ്യം വേണോ, വൈകുന്നേരം വേറെ കഷായമൊക്കെ ഇതന്നെ മതി എന്നുള്ള രീതിയിലെടുക്കും. കാരണം രാവിലെയാണ് ശോധന നമ്മുടെ വയറ്റിൽ നിന്ന് പോകാനുള്ള മരുന്നുകൾ രാവിലെയാണ് ഏറ്റവും ഉത്തമം എന്നാണ് പണ്ട് മുതലേ പറയുന്നത്. അതുകൊണ്ടാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും വേറൊരു മരുന്നാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മരുന്നിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ. എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണ്. ഇതിന് കാളത്തിൻ്റെ ബേസിൽ ഒരു സാധനങ്ങളും ഇല്ല, ഒന്നുമില്ല. കരിവേപ്പിലയുടെ വേറൊരു പേരാണ് കാളശാകം. ഓക്കെ, കരിവേപ്പിലയുടെ ഞെട്ടിയാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കരിവേപ്പില എത്ര ഫലപ്രദമായിട്ടുള്ളൊരു ഇതാണെന്നുള്ളത്. ഇംഗ്ലീഷിൽ വേറെ ഒന്നും പറയുന്നുണ്ട്, കറി ലീഫ് മിറക്കിൾ പ്ലാന്റ് എന്നാണ് പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ.